ഇടുക്കി നെടുങ്കണ്ടം 4 മലയിൽ വിനോദസഞ്ചാരികളുടെ 27 വാഹനങ്ങൾ കുടുങ്ങിപ്പോയി. അനധികൃതമായി ഇന്നലെ ട്രക്കിംഗ് നടത്തിയ വാഹനങ്ങൾ കുടുങ്ങിയതാണ്. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഇന്ന് ഉച്ചയോടെ വാഹനങ്ങൾ താഴെ എത്തിച്ചു, രക്ഷപ്പെടുത്തി. നിരോധിത മേഖലയിലേക്ക് ഓഫ് റോഡ് സവാരി നടത്തിയതിന് സഞ്ചാരികൾക്കെതിരെ പോലീസ് കേസെടുത്തുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ റിപ്പോർട്ടിലേക്ക്. സാഹസിക വിനോദസഞ്ചാരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് പ്രധാനമായിട്ടും ഇടുക്കിയിലേക്ക് വണ്ടി കയറുന്നത്. അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും വിനോദസഞ്ചാര വകുപ്പും ഇടുക്കിയിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ നിയമം ലംഘിച്ചുകൊണ്ടുള്ള സാഹസിക വിനോദസഞ്ചാരം നടപ്പാക്കുന്നു അല്ലെങ്കിൽ നടത്തുന്നു എന്നുള്ളതാണ് സമീപകാലത്തായി നമ്മൾ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാഴ്ച. മൂന്നാർ ഗ്യാപ്പ് റോഡിലെ അപകടകരമായ യാത്രയും സമീപ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള മറ്റ് അപകടകരമായിട്ടുള്ള യാത്രയും ഇന്ന് സംഭവിച്ചിട്ടുള്ള നെടുങ്കണ്ടം 4 മലയിലെ ഓഫ് റോഡ് ട്രക്കിങ്ങുമെല്ലാം അതിന് ഉദാഹരണമാണ്. നെടുങ്കണ്ടം 4 മലയിലേക്ക് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് 40 പേരുടെ സംഘം 27 വാഹനങ്ങളിലായി കയറിപ്പോകുന്നത്. അവിടെ എത്തിയതിനു ശേഷം അതിശക്തമായ മഴ പെയ്യുന്നു. പിന്നീട് ഒരു തരത്തിലും താഴേക്ക് തിരിച്ചിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ആ 40 പേരും 27 വാഹനങ്ങൾ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം താഴ്വാരത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഇന്ന് പിന്നീട് പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അവിടെ എത്തി JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചതിന് ശേഷമാണ് വാഹനങ്ങൾ തിരികെ താഴേക്ക് ഇറക്കിയത്. ഒരു വണ്ടി അവർ കെട്ടി നിർത്തിയേക്കാണ്. റോഡിൽ നിന്ന് തെന്നി മാറിയിട്ട് ഒരു വണ്ടി അവർ കെട്ടി നിർത്തിയേക്കാണ്. നാട്ടുകാരുടെ അടുത്ത് സഹായം അഭ്യർത്ഥിക്കുകയും നാട്ടുകാരെല്ലാം കൂടെ കൂടി ഇവരെ രാമക്കൽമേട്ടിലെ റിസോർട്ടുകളിലേക്ക് മാറ്റുകയുമായിരുന്നു. റവന്യൂ വകുപ്പിന്റെ ഭൂമിയിലാണ് 27 വാഹനങ്ങൾ ഓഫ് റോഡ് ട്രക്കിംഗ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വാഹനം ഓടിച്ചവർക്കെതിരെയും അതുപോലെ തന്നെ വാഹനങ്ങൾക്കെതിരെയും കേസെടുക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. വേനൽക്കാലത്ത് പോലും വലിയ അപകടങ്ങൾ ഇവിടെ ഓഫ് റോഡ് ട്രക്കിംഗ് നടത്തി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് ഓഫ് റോഡ് ട്രക്കിങ്ങോ വാഹനങ്ങൾ കയറ്റിക്കൊണ്ടു പോകാനോ അനുവദിക്കാത്തൊരു മേഖല കൂടിയാണ്. അവിടെ എങ്ങനെ ഈ 40 പേരുടെ സംഘം 27 വാഹനങ്ങൾ കയറ്റിക്കൊണ്ടുപോയി എന്നുള്ളത് പ്രധാനമായും അന്വേഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല മഴ കനക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള ഓഫ് റോഡ് ട്രക്കിങ്ങുകൾ പരമാവധി ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ നിയമാനുസൃതമായി നടക്കുന്ന ട്രക്കിങ്ങുകളുണ്ട്. അതിന് നിയന്ത്രണം നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ല താനും. അധീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. എന്തായാലും ഇത്രയും വലിയൊരു കാലാവസ്ഥ ഹൈറേഞ്ചിലൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെയൊക്കെ ട്രക്കിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.